Hello everyone, welcome back to my YouTube channel, and yes, this is me Nahid Sabri. Hope everyone is doing great and healthy, and me അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ റീസണൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറേ ഉണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ലോഗിലോട്ട് കിടക്കാം. ഞാൻ ദമാമിൽ തിരിച്ചെത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ക്ലൈമറ്റ് ചേഞ്ചസും അതിന് സംബന്ധമായിട്ടുള്ള കുറച്ച് പനിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. നൗ ഗെറ്റിംഗ് ഇൻ ടു ട്രാക്ക്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു ഷോർട്സിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിലും. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലഞ്ച് പ്രിപ്പറേഷൻസും പ്ലസ് ഔട്ടിങ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഡേ ഇൻ മൈ ലൈഫ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയാണോ ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. നിങ്ങളുടെ കമൻസിലൊന്ന് രേഖപ്പെടുത്തൂ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ആൻഡ് ബിഫോർ മൂവിങ് ടു ദ ഡീപ്പ് വീഡിയോ, ടു മൈ സബ്സ്ക്രൈബേഴ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, ഇതൊരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് കമൻറ്റ് ചെയ്യുക. നല്ല രസമുണ്ട് അതൊക്കെ പറയാൻ കേട്ടോ. എനിവേ, ഫ്രൈഡേയിൽ മോർണിംഗ് ഞങ്ങൾ കാണാറില്ല എന്ന് പറയാൻ കാരണം നല്ല ഉറക്കമായിരിക്കും. ഇപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ട് തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ദോശയും ചമ്മന്തിയൊക്കെ ആയിരുന്നു സാധാരണ. അല്ലെങ്കിൽ ചുമ്മാ ചായ അല്ലെങ്കിൽ തട്ടിക്കൂട്ട് വല്ല ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ടാണ് ആദ്യം തന്നെ സ്റ്റൗ ടോപ്പ് ക്ലിയർ ചെയ്തിട്ടുള്ള ആരംഭം. നമുക്ക് ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടിയുള്ള ആദ്യം ചോറൊന്ന് നമുക്ക് കുക്കറിലോട്ട് ഇടാം. ഞങ്ങളിവിടെ നോർമൽ മട്ട റൈസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിനിടയിൽ ഞാൻ എന്തോ എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നപ്പോൾ ബി ലെബനിന്ന് തലേ ദിവസം വാങ്ങിയിട്ടുള്ള ഡെസേർട്ട് കണ്ടിരുന്നു. അതും കൂടി കഴിച്ചു. ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ചോറും നമ്മുടെ നോർമൽ പരിപ്പ് കറിയും അതേപോലെ പ്രോൺസുമാണ്. നോർമൽ പരിപ്പ് കറി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം നോർത്ത് ഇന്ത്യൻ ടച്ചിൽ തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് സൗത്ത് ഇന്ത്യനിലോട്ട് പോയോ അതോ അതിൻ്റെ മിഡിലോട്ടായോ എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. തന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ നമ്മുടെ ടൊമാറ്റോസ്, അതേപോലെ മല്ലിയില ഒക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്യുന്നു. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് കടുകും ജീരകവും ഇട്ട് കുറച്ചൊന്ന് പൊട്ടിക്കാം. എന്നിട്ട് നമ്മുടെ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൊട്ടിത്തെറി നമുക്ക് കാണാം. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അനിയൻസ്, ജിഞ്ചർ, ഗാർലിക് അതിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാം. ഒരു ചെറിയൊരു ബ്രൗണിഷ് ഷെയ്ഡ് വരണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ എന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല സ്മൈലൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ ടൊമാറ്റോസ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ഒന്ന് സോട്ട് ചെയ്യാം. ഇനി മസാല പൗഡേഴ്സ് ഇടാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു നുള്ള് മീറ്റ് മസാല പൗഡർ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. And now moving on to adding a spoon of ghee. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയി അതിൻ്റെ മേലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവിയാൽ നമ്മുടെ പരിപ്പ് കറി റെഡി. ഇനി എനിക്കറിയാം കുറേ പേര് പറയും ഇത് ഞങ്ങളുടെ സാധാ പരിപ്പ് കറി അല്ലേന്ന്. ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ആവാം. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഈ ഏപ്രോണൊക്കെ കെട്ടി പ്രോൺസ് ഒന്ന് ഡീസ്കിൻ ചെയ്ത പ്രോൺസിനെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കണം. അതിനാണ്. എന്തായാലും നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ആ ബ്ലാക്ക് ലൈൻ ഉണ്ടാവും, അതെന്തായാലും കളയണം. കാരണം അതൊരു ഡൈജസ്റ്റീവ് ട്രാക്റ്റാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിലൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാം. കാരണം അറിയാമല്ലോ, പ്രോൺസ്, ചിക്കൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ
ഒരു ചെറിയൊരു നാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ഹോം മേക്കർ ആൻഡ് ക്ലീൻനെസ് ഉള്ള ആളാണെന്ന്. തീർച്ചയായും അല്ല. ഞാനൊരു മദറാണ്. പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ മൈൻഡും ഹാപ്പിനെസ്സുമാണ്. എന്നാൽ മാത്രമാണ് യെസ് അവർ ഫാമിലി ഷുഡ് ബി ഹാപ്പി. Now moving on to the marination of the prawns. നോർമൽ മസാല പൗഡേഴ്സ് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ, മീറ്റ് മസാലപ്പൊടി. ഈ മീറ്റ് മസാല തന്നെ ആഡ് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഗരം മസാലപ്പൊടി വാങ്ങാൻ വേണ്ടി ഞാൻ എന്നും ലുലുവിൽ പോവും. ഞാൻ മറന്ന് തിരിച്ചു വരും. അങ്ങനെ അതാണ് ഉണ്ടാവല്. ഇപ്പോൾ ഇതാ കുറച്ച് തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞരണ്ടി എടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ ഞാൻ ഭയങ്കര സൈലൻസ് ഒന്ന് മടുത്തു. അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഹിസ് സൈലൻസ് ഓൾവേസ് കിൽസ് മീ. നൗ ബാക്ക് ടു ദ പ്രോൺസ്. നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോൺസ് ഫ്രൈ ആണത്. ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം. വായോ. ചോറും പരിപ്പ് കറിയും തൈരും പ്രോൺസും. തൈര് വേണമെങ്കിൽ വേണ്ടെന്ന് വെക്കാം കേട്ടോ. ഞാൻ ഏടനാണ് ആദ്യം വെച്ച് കൊടുത്തത്. അവൻ പറഞ്ഞു കുറച്ച് സ്പൈസ് ഉണ്ട് മമ്മ. നമുക്ക് പിന്നെ ഒന്നും പ്രശ്നമില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങളിതാ ഔട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു 5-4 ഒന്നും ആയിട്ടുള്ളൂ. പക്ഷെ അപ്പം തന്നെ ഭയങ്കരമായിട്ട് ഇരുട്ടായി. ഞങ്ങൾ കോർണിഷിലൊക്കെ പോകാമെന്ന് ഓർത്തിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ നല്ല ക്ലൈമറ്റ് അത്രയും ഫേവറബിൾ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നഖിൽ മാളിൽ പോയി. അവിടെ കണ്ടു ചെന്നപ്പോൾ കുറച്ച് ഓഫേഴ്സൊക്കെ കണ്ടു ഡ്രസ്സിന്. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നമ്മളെടുത്തു. അതിൻ്റെ ഇടയിൽ ഒരാൾക്ക് മാത്രം ഭയങ്കര വിഷമമാണ്. കാരണം അവന് ഇഷ്ടമുള്ള സംഭവം വാങ്ങിക്കൊടുത്തില്ല, ടോയ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു. Love you all. Take care. Bye-bye.